കാല് കാണാനല്ല ഒഴുകി ഒഴുകി വന്ന പോലെ ഉണ്ട്. റിമി ചേച്ചിയും ആൻസറും ഒക്കെ ഭയങ്കര അതെ മോഡേൺ ആയിട്ട് അതെ അതെ അതെ. അത് ഞാൻ റിമി ആന്റിനെ കൂടി ഒന്ന് കട്ടക്കിരിക്കണ്ടേ അതിന് വേണ്ടിയാ ഞാൻ ഇനി കുറച്ചുകൂടെ തുനിഞ്ഞിറങ്ങും. കാരണം എനിക്ക് ആൻസറുടെ കൂടെ അങ്ങനെ താഴ്ന്നു കൊടുക്കാൻ പറ്റില്ല. യെസ്, ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലേ. അപ്പൊ റിമി ചേച്ചിയെ വെട്ടാൻ വേണ്ടിട്ടാണ് ഈ ഇങ്ങനെ ഓരോ ദിവസം അടിപൊളിയായിട്ട് വരണേ. ഇങ്ങനത്തെ ഒരു ഉടുപ്പാ അല്ലേ? ഏകദേശം. ഒന്ന് ഇങ്ങോട്ട് വരാവോ? അവര് രണ്ടുപേരും നല്ല അയ്യോ ഒന്നോടെ നല്ല ആൻസർ കുട്ടിയാട്ടാ. തോറ്റത്തില്ല, നമ്മളെ അല്ല ഞാനൊരു കാര്യം പറയാൻ പോയി മൂന്നുപേരുടെ. എന്തായിരുന്നു? ഞാൻ മിസ് ചെയ്തു. എന്ത്? 4 ജഡ്ജസിനെ മിസ് ചെയ്തു. എപ്പോ? MG അങ്കിളിനെയൊക്കെ മിസ് ചെയ്തു ഞാൻ. MG അങ്കിൾ ഇപ്പൊ വരും അമേരിക്കയില. ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ? Walking in the moonlight, I'm thinking of you. ഓ അത് ശരി. listening to the raindrops, I thinking of you. അല്ല ശരിക്കും ഞാൻ പറയട്ടെ, ഒരു ചെറിയ മിസ്സിങ് വരുന്നുണ്ട്. അതെ, അതെ, അതെ. കൂട്ടത്തിൽ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അതെ, അതെ, ആ അതെ. സഹവാസത്തിൽ അതാണ് ഒരു മനുഷ്യന്റെ കൂടെ അധികം നാൾ നമ്മൾ ഇരിക്കരുത്. മിസ് ചെയ്യും. അതുകൊണ്ടല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോണേ. ഇണനീർക്കണ്ണിലൂടെ I'm thinking of you. മധു അങ്കിൾ, ഓ പിന്നെ മാം, MG അങ്കിൾ. I'm thinking of you. MG uncle. Listening to the raindrops, I'm thinking of you. നിലാവുള്ള രാത്രി നീ എന്നെ പറ്റി ചിന്തിച്ച് കാണോ? I thinking of you. അതിന്റെ മലയാളം കൂടിയോ? കൊള്ളാലോ. അതെന്താന്ന് പറയട്ടെ, ഞാൻ പണ്ട് കുഞ്ഞായിരുന്നപ്പോ പറക്കും തൊളിയില്ലാത്ത ഹരിശ്രീശവന്റെ ഫാനായിരുന്നു. ഞാൻ എപ്പോഴും കാണും. കോമഡി കേട്ടാ തന്നെ ഞാൻ ഒറ്റയ്ക്ക് അശോകേട്ടന്റെ അശോകേട്ടന്റെ പറക്കും തൊളിയില്ലാത്ത ഹരിശ്രീശവൻ കോമഡി എനിക്ക് ഇഷ്ടമാണ്. ആ അങ്കിളുടെ ഫാനാണ് ഞാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരു ഗെയിമേ കളിക്കൂല, അത് നോക്കിക്കൊണ്ടേയിരിക്കും. ഓ അതിലെ ഡയലോഗാണ് നിലാവുള്ള രാത്രി. നിലാവുള്ള രാത്രി എന്നെ പറ്റി ചിന്തിക്കാൻ. അല്ല സത്യത്തിലേ നിലാവുള്ള രാത്രിയാണോ ചന്ദ്രന്റെ വെളിച്ചത്തിൽ നീ എന്നെ പറ്റി ഓർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ശരി, ഏതാ പാടുന്നേ? പത്മ തീർത്ഥക്കരയിൽ. ആരാണ് മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക്കും എന്താണ് ഇത്? ഒന്ന് പോയോ? ശരി, അനങ്ങാതിരിക്കാം. മ്യൂസിക് MS വിശ്വനാഥൻ സാർ പറഞ്ഞോളൂ. MS വിശ്വനാഥൻ സാർ. യെസ്. ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. ആൻഡ് സിംഗർ വാണി ജയറാം. ഓക്കെ. വർഷം 1975. പിന്നെ സിനിമയുടെ പേര് ബാബു മോൻ. ബാബു മോൻ. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ തുടങ്ങാം. ഞാൻ വരൂട്ടോ ഇത് കഴിഞ്ഞിട്ട്. എവിടേക്ക്? ചുമ്മാ വരാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരണം. എന്തെങ്കിലും സ്വീറ്റോ മിഠായി. കടിക്കും. ചുമ്മാ നല്ല ചുമ്മാ ഒരു ഉമ്മ തന്നാ മതി. വേണോന്ന് മതി. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഈ സിനിമയിൽ വേറൊരു പാട്ടുണ്ട്, ഉഗ്രം പാട്ടുണ്ട്. MS V സാർ ചെയ്തിരിക്കുന്ന ദാസേട്ടൻ പാടിയ ഒരു പാട്ട്. മധുവങ്കളിനും MS V സാറിന്റെ കുറച്ച് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. രാജാ സാറിന് വളരെയധികം റെസ്പെക്റ്റ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പലപ്പോഴും മദ്രാസിൽ പ്രസാദ് സ്റ്റുഡിയോയിൽ രാജാ സാറിന്റെ റെക്കോർഡിങ്ങിന് ചില സമയത്ത് പോകുമ്പോൾ ചില പാട്ടുകൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓർക്കസ്ട്ര ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ MS V സാറിനെ വിളിച്ച് കേൾപ്പിക്കും രാജാ സാറ്. അത് കേൾക്കാനായിട്ട് MS V സാറ് പ്രസാദ് സ്റ്റുഡിയോയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോഴത്തേക്കും രാജാ സാറിന് ഭയങ്കര സന്തോഷമാണ്. രാജാ സാർ വളരെയധികം ആരാധിക്കുന്ന ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് MS V സാർ. നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലുങ്ങോമി നാട്ടിൻ പുറമൊരു യുവതി. നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലുങ്ങോമി നാട്ടിൻ പുറമൊരു യുവതി. അവളുടെ പ്രിയ സഖി എനിക്കു നീയൊരു നവവധു, നമുക്കെന്നും മധുവിധു. നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലുങ്ങോമി നാട്ടിൻ പുറമൊരു യുവതി. ഇത് പറഞ്ഞപ്പം MS V സാർ എന്ന് പറയുന്ന ഒരാളെ മലയാളികൾക്ക്, അതേ കോമൺ മാനിന്, കൂടുതലും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് ഇനി ഞാൻ പാടാൻ പോകുന്നത്. ഈ രണ്ടുപേര് കേൾക്കുമ്പോ തന്നെ അവിടെ ഇരുന്ന് നിങ്ങളും പാടി തുടങ്ങും. ഏതാണെന്നല്ലേ? അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ അത് ഭാസനോ ശൈലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്കഭിനന്ദനം, അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. സാബാഷ് 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 സാബാഷ്. ഇത് MS V സാർ തന്നെ പാടിയ ഒരു അതെ, പാട്ടാണ്. പാടിയ അതെ, പാട്ടാണ്. നല്ല രസമായിട്ട് പാടി. ഇത് അതിനു കേട്ടിട്ടുണ്ടോ? മുമ്പ് ജയേട്ടൻ പാടി ഹിറ്റാക്കിയ പാട്ടുണ്ട്, നീലഗിരിയുടെ നീലഗിരി. സഖി. അതെ, അതെ. പിന്നെ പിന്നെ ഇത് സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി. എന്തെല്ലാം പാട്ടുകൾ. എത്രയോ നല്ല പാട്ടുകൾ. അത് മാർക്ക് തന്നേക്കാം. ഇന്ന് നമ്മുടെ ആൻസർ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. ആദ്യ ഒരു ഹരിശ്രീ അശോകേട്ടൻ പൂക്കുറ്റി.